ഇസ്രയേൽ ഗാസ പ്രതിസന്ധിയിലാണ് ലോകം ഇപ്പോൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത്. ഗാസയോടുള്ള ഇസ്രയേലിന്റെ ഭീഷണികൾ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാലും തെറ്റില്ല. ഇതിന്റെ തുടർച്ചയായി കഴിഞ്ഞ ദിവസം അയർലൻഡിൽ ഇസ്രയേലിനെതിരെ ഫലസ്തീനു വേണ്ടി ആദ്യ റാലി സംഘടിപ്പിക്കുകയുണ്ടായി. ഇതിനു തൊട്ടു പിന്നാലെ കുടിയേറ്റക്കാർക്കെതിരെ റാലിയുമായി മറ്റൊരു വിഭാഗവും ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അണിനിരന്നത് ആയിരങ്ങളാണ്. അയർലൻഡിലും ഇതോടെ കുടിയേറ്റ വികാരം ശക്തിപ്പെട്ടതായിട്ടാണ് കരുതപ്പെടുന്നത്. കഴിഞ്ഞ വാരാന്ത്യത്തിൽ കോർക്കിലെ തെരുവുകളിലാണ് റാലികൾ നടന്നത്. ഒന്ന് ഫലസ്തീൻ മാർച്ചും മറ്റേത് അയർലൻഡിനായുള്ള പ്രതിഷേധവുമായിട്ടാണ് നടത്തിയത്. കുടിയേറ്റക്കാർക്കെതിരെ സംഘടിപ്പിച്ച റാലിയിൽ 3000-ഓളം പേരാണ് പങ്കെടുത്തത്. അയർലൻഡ് സേസ് നോ എന്ന പ്രസ്ഥാനക്കാരാണ് റാലി സംഘടിപ്പിച്ചത്. റാലിയിൽ പ്രസംഗിച്ചവർ ചൂണ്ടിക്കാട്ടിയത് തങ്ങൾക്ക് 2 പരാതികളാണ് ഉള്ളത് എന്നാണ്. ഒന്ന് കൂട്ടത്തോടെയുള്ള കുടിയേറ്റങ്ങളും മറ്റൊന്ന് ജനങ്ങളെ സർക്കാർ മറന്നു എന്ന കാര്യവും. റാലിയിലെ ദൃശ്യങ്ങളിൽ ത്രിവർണ പതാകയും ഏന്തിക്കൊണ്ട് നിരവധി പേരാണ് പങ്കെടുക്കുന്നത്. അയർലൻഡ് ഐറിഷ് ജനതയ്ക്ക് ആരുടെ തെരുവുകൾ നമ്മുടെ തെരുവുകൾ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർന്നിരുന്നു. റാലിയുടെ മുഖ്യ സംഘാടകനും തീവ്ര ദേശീയവാദിയുമായ ഡബ്ലിൻ കൗൺസിലർ മലാച്ചി സ്റ്റീൻസൺ പറഞ്ഞത് റാലിയിൽ പങ്കെടുത്ത വൻ ജനാവലി തങ്ങളുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കുമെന്നാണ്. ബ്രസൽസ് എന്ത് പറഞ്ഞാലും തങ്ങൾക്കത് ബാധകമല്ലെന്നും രാജ്യത്തിന്റെ പുരോഗതിക്കായി ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോകും എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അയർലൻഡിൽ നവംബർ മാസത്തിലാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിർത്തികൾ അടച്ച് കൂടുതൽ കുടിയേറ്റക്കാർ വരുന്നത് തടയേണ്ടതുണ്ടെന്നും സ്റ്റീൻസൺ ആവശ്യപ്പെടുകയുണ്ടായി. അന്താരാഷ്ട്ര സംരക്ഷണത്തിന്റെ പേരിൽ 3000-ലധികം കുടിയേറ്റക്കാരുടെ അപേക്ഷകളാണ് ഇപ്പോൾ അയർലൻഡ് സർക്കാരിന്റെ പരിഗണനയിൽ ഉള്ളത്. 2017 ഇത് 7244 ആയിരുന്നു. ഔദ്യോഗിക സ്ഥിതി വിവര കണക്കുകൾ പ്രകാരം 2024 കുടിയേറ്റത്തിനായി അപേക്ഷിച്ച ഫലസ്തീൻകാരുടെ എണ്ണം മുൻ വർഷത്തെ അപേക്ഷിച്ച് 700% വർദ്ധിക്കുകയുണ്ടായി. ഗാസയിൽ സംഘർഷം ആരംഭിച്ചതിന് ശേഷമാണ് ഇവരുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാകുന്നത്. ഐറിഷ് സർക്കാർ ഫലസ്തീൻ ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. കൂടാതെ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ഗാസയിൽ ഇസ്രയേൽ വംശഹത്യ നടത്തുന്നു എന്നാരോപിച്ച് ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നൽകിയ കേസിൽ അയർലൻഡ് കക്ഷി ചേരുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന 2 റാലികളും സമാധാനപരമായിരുന്നു എങ്കിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഡബ്ലിനിൽ നടന്ന കുടിയേറ്റ വിരുദ്ധ റാലി സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. അതിനിടെ ബ്രിട്ടന്റെ ഭാഗമായ നോർത്തേൺ അയർലൻഡിലും ഈ പ്രക്ഷോഭങ്ങളുടെ പ്രതിഫലനം ഉണ്ടായി. ബാലിമെനയിലെ തെരുവുകളിൽ തുടർച്ചയായി 2ാം ദിവസവും മുഖംമൂടി ധരിച്ച ആക്രമികളുമായി ഇന്നലെ പോലീസ് ഏറ്റുമുട്ടിയിരുന്നു. ജനക്കൂട്ടം പോലീസിന് നേർക്ക് പെട്രോൾ ബോംബുകൾ വലിച്ചെറിയുകയും കാറുകൾ കത്തിക്കുകയും ചെയ്തു. അക്രമികൾക്ക് നേരെ പോലീസ് ലാത്തിചാർജും ജലപീരങ്കിയും പ്രയോഗിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും വീടുകളും കടകളും ആക്രമിക്കപ്പെട്ടു. രാത്രിയിൽ കൂടുതൽ സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് കുടിയേറിയ പലരും പരിഭ്രാന്തരായിട്ടാണ് കഴിയുന്നത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല അക്രമ സംഭവങ്ങളിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉത്കണ്ഠ പ്രകടിപ്പിച്ചിട്ടുമുണ്ട്.